നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നഗരത്തിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പോലീസ് നടപടി തുടങ്ങി. സ്റ്റാൻഡിന് മുൻവശത്തെയും പള്ളിപ്പുറം റോഡിലെയും ഇരുവശങ്ങളിലുള്ള ഇരുചക്ര വാഹന പാർക്കിംഗ് ഒഴിവാക്കി. ഇതിനായി ഇവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ പള്ളിപ്പുറം റോഡിലെ ഗതാഗതക്കുരുക്കിനെ ശമനമായി എന്നിരുന്നാലും പോലീസ് മാറിയാൽ ഇരുചക്ര വാഹനങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു പോകുന്ന സ്ഥിതിയുണ്ട്. പട്ടാമ്പിയിൽ പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ലാത്തത് നഗരത്തിലെത്തുന്നവർക്ക് ദുരിതമാകുന്നുണ്ട്. മേലെ പട്ടാമ്പി അടക്കമുള്ള തിരക്കേറിയ ജംഗ്ഷനുകളിൽ നോ പാർക്കിംഗ് ബോർഡ് വെച്ചാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവാണ്. ഇത് സുഗമമായ ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. നിലവിൽ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ കെട്ടിടം നവീകരണത്തിനായി പൊളിച്ചതിനാൽ ഇവിടം താൽക്കാലിക പാർക്കിംഗ് ഗ്രൗണ്ടാക്കി മാറ്റിയത് ആശ്വാസമാണ്. കെട്ടിട നിർമ്മാണം ആരംഭിച്ചാൽ ഈ താൽക്കാലിക സൗകര്യം ഇല്ലാതാവുന്നതോടെ പാർക്കിംഗ് പ്രതിസന്ധി തുടരും. മേലെ പട്ടാമ്പിയിൽ പെരിന്തൽമണ്ണ റോഡിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണിപ്പോൾ പാർക്കിംഗ്. പട്ടാമ്പി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ചെറിയ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടെങ്കിലും മഴക്കാലമായാൽ ചെളി നിറഞ്ഞാണ് കിടക്കുക. ഇത് നവീകരിക്കേണ്ടതും അനിവാര്യമാണ്. നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരമായി റെയിൽവേയുടെ ഒഴിഞ്ഞ സ്ഥലം ഉപയോഗിക്കാമെന്ന നിർദ്ദേശം വർഷങ്ങളായുണ്ടെങ്കിലും റെയിൽവേയുടെ സമ്മതം ലഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് CCTV. നിള വിചാരവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മൂന്നാമത് നിള പരിക്രമണ യാത്ര വെള്ളിയാങ്കലിലെത്തി. നിളയെ അറിയുക, സംരക്ഷിക്കുക എന്നതാണ് നിള പരിക്രമണ യാത്രയുടെ ലക്ഷ്യം. പറളി തേനൂർ ക്ഷേത്രക്കടവിൽ നിന്ന് ആരംഭിച്ച നിള പരിക്രമണ യാത്രയാണ് മായന്നൂർ, ചെറുതുരുത്തി, തിരുമിറ്റക്കോട്, കണ്ണന്നൂർ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് വെള്ളിയാങ്കലിൽ എത്തിയത്. പത്രത്തിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെയും ഈ യാത്രയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഈ യാത്രയിൽ പേര് രജിസ്റ്റർ ചെയ്ത് യാത്രയിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഏകദേശം 50 ആളുകൾ നമ്മുടെ ഈ യാത്രയിലുണ്ട്. വിദ്യാർത്ഥികളുണ്ട്, ഗൃഹസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട്, അധ്യാപകരുണ്ട്. അങ്ങനെ വിവിധ മേഖലയിൽപ്പെട്ട ആളുകൾ പലരും ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ട്. ഇനി ഭാരതപ്പുഴയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിള പരിക്രമണ യാത്ര ആരംഭിച്ചത്. പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകൾ വഴിയും യാത്രയെക്കുറിച്ചറിഞ്ഞ നിരവധി വ്യക്തികളാണ് നിള പരിക്രമണ യാത്രയിൽ പങ്കെടുത്തത്. പ്രാദേശിക ചാനലുകളുടെയും മാധ്യമ പ്രവർത്തകരുടെയും കൂട്ടായ്മയിൽ മീഡിയ സെന്റർ രൂപീകരിച്ചു. മീഡിയ സെന്റർ പട്ടാമ്പി എന്ന പേരിലാണ് പുതിയ കൂട്ടായ്മ രൂപീകരിച്ചത്. രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രാദേശിക ചാനലുകളുടെയും മാധ്യമങ്ങളുടെയും പ്രസക്തി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പട്ടാമ്പിയിൽ പുതിയ കൂട്ടായ്മ രൂപീകരിച്ചത്. മീഡിയ സെന്റർ പട്ടാമ്പി എന്ന പേരിലാണ് പുതിയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്. 5 ജില്ലകൾ പ്രവർത്തന പരിധിയായി വരുന്ന പട്ടാമ്പിയിലെ പ്രാദേശിക ചാനലുകളും മാധ്യമപ്രവർത്തകരുമാണ് പുതിയ കൂട്ടായ്മയിൽ ഉള്ളത്. പാലക്കാട്, മലപ്പുറം, തൃശൂർ പരിധിയായി വരുന്ന 6ലധികം പ്രാദേശിക ചാനലുകളുമാണ് പട്ടാമ്പിയിലുള്ളത്. വാർത്തകളോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇടപെടുകയും സാമൂഹ്യ പുരോഗതിയിൽ ശക്തിയായി പ്രവർത്തിക്കുകയുമാണ് പുതിയ കൂട്ടായ്മ കൊണ്ട് ലക്ഷ്യമിടുന്നത്. K. മധു പ്രസിഡന്റായും, KT. പ്രദീപ് സെക്രട്ടറിയായും, NK. റാസി ട്രഷററായും, KP. കിരൺ, KP. വിപിൻ എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും ഉള്ള കമ്മിറ്റിയും രൂപീകരിച്ചു. വാർത്താ സമ്മേളനങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിന് മീഡിയ സെന്റർ ഭാരവാഹികളായോ ചാനൽ റിപ്പോർട്ടർമാരായോ ബന്ധപ്പെടാവുന്നതാണ്. വെള്ളിയാങ്കൽ ടൂറിസം പദ്ധതിയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. നവംബറോടെ പാർക്ക് സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. 1,45,00,000 രൂപ ചിലവിലാണ് ടൂറിസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നു. സഞ്ചാരികൾക്ക് സുരക്ഷിതമായ രീതിയിൽ പുഴയിൽ ഇറങ്ങാനും സൗന്ദര്യം ആസ്വദിക്കാനുമുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തും. പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി പാർക്കിനോട് അനുബന്ധിച്ച് കിടക്കുന്ന 1.5 ഏക്കർ സ്ഥലം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്കായുള്ള കളിസ്ഥലമാണ് ഇവിടെ ക്രമീകരിക്കുന്നത്. 45 ലക്ഷം രൂപ ചിലവിലാണ് ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളം, ടോയ്ലറ്റ് എന്നിവ ഇവയിൽ ഉൾപ്പെടുത്തിയിരുന്നു. VT ബൽറാം MLA ശ്രമഫലമായാണ് 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിച്ചത്. നവംബർ മാസത്തോടെ പണി പൂർത്തിയാക്കി 3ാം ഘട്ടം പരദൂർ ഭാഗത്തേക്ക് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് VT ബൽറാം MLA പറഞ്ഞു. കഥകളി ആചാര്യൻ കീഴ്പ്പടം കുമാരൻ നായരുടെ കലാസഞ്ചാരങ്ങൾ ആസ്വാദകർക്ക് അനുഭവിച്ചറിയാൻ പട്ടാമ്പി ഏകലോചനം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വേദി ഒരുങ്ങുന്നു. കളിചാതുര്യം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി 12-ന് പട്ടാമ്പി സംസ്കൃത കോളേജിൽ നടക്കും. MN നീലകണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കമലതലം കഥകളിയും അരങ്ങേറും. ഇടവേള. ലെയ്സ് കോളേജ് കുന്നംകുളം. BCA, BBA, BCom, MBA, regular, part-time and distance classes. Lay's College near bus stand, Vadakanjeri Road, Kunnamkulam. Phone 04885 645646 04885 203787.
കേരള വിഷൻ ഡിജിറ്റൽ TV. കേബിൾ TV കാണുന്നതിന് ഇന്നുള്ള അനലോഗ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഡിജിറ്റൽ കേബിൾ TV നിലവിൽ വന്നിരിക്കുകയാണ്. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ 2014 സെപ്റ്റംബർ 30-നും ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ 2014 ഡിസംബർ 31-നും ഇത് പൂർത്തീകരിക്കപ്പെടുന്നതാണ്. കേന്ദ്ര സർക്കാർ നിയമം മൂലം സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ അനിവാര്യമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകൾ തുടർന്നും കാണുന്നതിന് ഓരോ ഉപയോക്താവും സെറ്റ് ഓഫ് ബോക്സുകൾ വീടുകളിൽ സ്ഥാപിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും സെറ്റ് ഓഫ് ബോക്സുകൾ സ്ഥാപിക്കുന്നതിനും നിങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്ററെ സമീപിക്കുക. നാമമാത്രമായ അധിക മാസവരി സംഖ്യ നൽകി 225-ലധികം ചാനലുകൾ കൂടുതൽ ദൃശ്യ ശ്രാവ്യ മിഴിവോടെ ആസ്വദിക്കും. കേരള വിഷൻ ഡിജിറ്റൽ TV എന്നും ജനങ്ങളോടൊപ്പം. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി സൗത്ത് യൂണിറ്റ് കുടുംബമേള സംഘടിപ്പിച്ചു. പ്രൊഫസർ CP ചിത്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച കുടുംബമേളയിലും മുതിർന്നവരെ ആദരിക്കൽ ചടങ്ങിലും നിരവധി പേർ പങ്കെടുത്തു. അമ്മുക്കുട്ടി ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മൾ പറയുന്നതൊക്കെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളെ കൂടി കേൾപ്പിക്കുകയും ഈ ഇരിക്കുന്ന ചെറിയ കുട്ടികളെ ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒക്കെ ഇടയിൽ കിടക്കുന്ന കുറേ യുവാക്കൾ അവരൊക്കെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള യോഗങ്ങളിലേക്ക് അവർക്കൊരു പക്ഷേ ഇവിടെയൊക്കെ വന്നിരിക്കാൻ വിഷമം ഉണ്ടാവുന്ന കൂടി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവരെയൊക്കെ തന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തണം എന്നുള്ള അത്ര സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഇരുത്തേണ്ടതാണ്. 80 വയസ്സു കഴിഞ്ഞ മുരളി ടീച്ചർ, NP ഗോവിന്ദൻ നായർ എന്നിവരെ ആദരിക്കൽ ചടങ്ങും നടന്നു. V ഭാസ്കരൻ, രാധ ടീച്ചർ, സരോജിനി ടീച്ചർ, വിജയൻ, രാമകൃഷ്ണൻ, ഡോക്ടർ രാമകൃഷ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു. ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പട്ടാമ്പി STPI ബഹുജന കൺവെൻഷൻ ഓങ്ങല്ലൂരിൽ നടന്നു. STPI ജനറൽ സെക്രട്ടറി നസറുദ്ദീൻ എളമരം പരിപാടി ഉദ്ഘാടനം ചെയ്തു. SDPI പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് M സൈതലവി വല്ലപ്പുഴ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂസഫ് അലനെല്ലൂർ, ഹനീഫ് കൊഴിഞ്ഞാമ്പാറ, KK റൈഹാനത്ത് ടീച്ചർ, ES ഗജ ഹുസൈൻ, ഭീന ബാലൻ, ഷെരീഫ അബൂബക്കർ, CP മുഹമ്മദ് അലി, റഷീദ് വിളയൂർ, ഷിഹാബ് പട്ടാമ്പി, അഹമ്മദ് എന്നിവർ സംസാരിച്ചു. പ്രയോഗത്തിൽ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റുകാരനും ഈ മുതലാളിത്ത ശക്തിയോട് സമരം ചെയ്യാൻ സന്നദ്ധമായിട്ടില്ല. യഥാർത്ഥത്തിൽ എവിടെയെല്ലാം ജനങ്ങൾ ഒരു പക്ഷത്ത് നിൽക്കുന്നുണ്ടോ ആ പക്ഷത്തെ മുതലാളിത്ത സാമ്പത്തിക ശക്തികളോടൊപ്പം നിന്നുകൊണ്ട് തകർക്കാനുള്ള ഒരു കൂട്ടുകെട്ടാണ് എക്കാലത്തും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിട്ട് കേരള രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ളത്. അതിന്റെ അനുഭവങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. സ്ത്രീകൾ കുടുംബരാഷ്ട്രീയം എന്ന വിഷയത്തിൽ മുജീബ് മാസ്റ്റർ ക്ലാസ് എടുത്തു. പട്ടിത്തറ പുലേരി പൂയിലിശ്ശേരി ക്ഷേത്രത്തിൽ തുലാം സംക്രമോത്സവം ആഘോഷിക്കും. ഒക്ടോബർ 17, 18 തീയതികളിലായി നടക്കുന്ന ചടങ്ങ് ക്ഷേത്രം തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിശേഷാൽ പൂജകൾ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, സഹസ്രനാമ ജപം, ഓട്ടം തുള്ളൽ, നവക പഞ്ചഗവ്യ കലശ പൂജകൾ എന്നിവയും നടക്കും. നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.